ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് എവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തൊട്ട് ബാക്കിലുള്ള ഗോപുരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇന്നുള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്, അതായത് തൃശ്ശൂർ. നമ്മുടെ പഴയ പേരാണെന്നുണ്ടെങ്കിൽ തിരുശിവപേരൂർ എന്നാണ് ഇതിൻ്റെ പഴയ പേര്, നമ്മുടെ തൃശ്ശൂരിൻ്റെ. അത് കഴിഞ്ഞിട്ട് ആ തിരുശിവപേരൂരിനെ പിന്നെ പറഞ്ഞത് തൃശ്ശിവപേരൂരായി. അത് കഴിഞ്ഞിട്ട് അത് തൃശ്ശൂരായി. 1947 ജൂലൈ 14 തൃശ്ശൂർ ജില്ല സ്ഥാപിതമാകുന്നത്, അല്ലെങ്കിൽ നിലവിൽ വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് മമ്മൂക്കയെ ഓർമ്മ വരും. അപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കിൻകാട് മൈതാനം, ആ മൈതാനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിവിടെ വന്നത് തൃശ്ശൂരിൻ്റെ മൊത്തമായിട്ടുള്ള കഥ പറയാൻ വേണ്ടിയിട്ടല്ല. തൃശ്ശൂരിൻ്റെ കഥ പറഞ്ഞാലും തീരില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമാണ്. അതുപോലെ കലാസാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം, അങ്ങനെ കുറേ സാധനങ്ങളുടെ ആസ്ഥാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്നത്. പണ്ട് കൊച്ചി രാജഭരണം ആരംഭിക്കുന്ന സമയത്ത് കൊച്ചി രാജഭരണത്തിന് അതിൻ്റെ തലസ്ഥാനമായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. കൊച്ചി രാജാവിൻ്റെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ട് ഇവിടെ. ഇന്ന് അവിടെ പോകണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നിവിടെ വന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങളിവിടെ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന റിജു എന്ന് പറയുന്നൊരു ചേട്ടൻ. അപ്പോൾ പുള്ളി ഒരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തൃശ്ശൂർ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഹലോ ഗൈസ്, എല്ലാവർക്കും ചക്ക് ആൻഡ് ചുക്കിലേക്ക് സ്വാഗതം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരാണ്. തൃശ്ശൂർ ചിറക്കക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കനാലൊക്കെ ഒഴുകുന്നുണ്ട്. പീച്ചി ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരിക. വെള്ളമുള്ള സമയത്തൊക്കെ അടിപൊളിയാണെന്നാണ് റിച്ചേട്ടൻ പറഞ്ഞത്. ഈ വീടിൻ്റെ ഓണറിൻ്റെ പേര് റിജു എന്നാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ അധികം വെയിലാണ്, വെയിൽ കൊള്ളാൻ വയ്യ. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് റിജു ചേട്ടൻ. റിജു ചേട്ടൻ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. ബേസിക്കലി തൃശ്ശൂരാണല്ലേ? അതെ, ബേസിക്കലി തൃശ്ശൂരാണ്. കോഴിക്കോട് കോട്ടക് സെക്യൂരിറ്റീസിൻ്റെ ബ്രാഞ്ച് മാനേജർ. അത് പറയുമ്പോൾ ഞാൻ ഇച്ചിരി ഉയരുമെന്നൊക്കെ. ഇദ്ദേഹത്തിൻ്റെ ആണ് വീട്. ഇദ്ദേഹവും വൈഫിൻ്റെ പേര് എങ്ങനെയായിരുന്നു? ലിജി. പിന്നെ 2 കുട്ടികളും ഉണ്ട്. കുട്ടികളുടെ പേരാണ് പറയേണ്ടത്. എന്താ കുട്ടികളുടെ പേര് പറയും? അഡോൾഫസ്. മകന്റെ പേര് അഡോൾഫസ്. ശരി, കുഴപ്പമില്ല. ഇതുവരെ കേട്ടല്ലോ? കേട്ടിട്ടില്ല. മകളുടെ പേര് സെലസ്റ്റീന. അത് കേട്ടിട്ടുണ്ട്. അതൊക്കെ അല്ല, പേരുകൾ ആരിട്ടു എന്നുള്ളതല്ല, ആ പേരിന് അർത്ഥം ഉണ്ടാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം. അതെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം വെച്ചൊരു വീടാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ ഏകദേശം ഒരു 1 ഇയറോളം ഒരുമിച്ച് ഹോസ്റ്റലിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ തൊട്ടേ നമ്മൾ ഈ വീടിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ വീടിൻ്റെ പ്ലാൻ ഉണ്ട്. ഒരു 13 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീട്ടിലേക്ക്, സ്വന്തമായിട്ടുള്ളൊരു വീട്ടിലേക്ക്. അതിപ്പോൾ ഒരുമാതിരി എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലടാ. അതെ, ഞങ്ങളും പറയാറുണ്ട്. റിജുവേട്ടൻ നന്നായിട്ട് സംസാരിക്കും കേട്ടോ, എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കും. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അവളോട് തന്നെ പറഞ്ഞേ ഉള്ളൂ, റിജുവേട്ടൻ പറയുന്ന കാര്യങ്ങൾ വേണേൽ കേട്ടു. ഒരുപാട് ലൈഫിൽ ഉപകാരമുള്ള, ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പൊക്കാൻ വേണ്ടി പറയുന്നതല്ല, ലൈഫിൽ ഉപകാരമുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നത് എന്റെ ജോലിയുടെ ഭാഗം കൂടിയാണ്. പിന്നെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നതിൽ സന്തോഷം, അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ എല്ലാവരും 10-15 പേര് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അവിടുത്തെ തലതൊട്ടപ്പനായിട്ട് പ്രായത്തിലും അല്ലാതെ കളിപ്പേര കാർന്നോരുന്ന കളിപ്പേര് പറയും, കേളവാന്ന് വിളിക്കും. സംസാരം ആ ലെവലിലായിരിക്കും. കൂട്ടത്തിൽ നല്ല കാര്യഗരമായിട്ടിരുന്ന കാര്യങ്ങൾ പറയാനും എല്ലാം വളരെ നല്ല, എനിക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അത് മനസ്സിലാവും. ഓക്കെ, ഒരുപാട് നേരം ചുറ്റിനാണ് നിർത്തി നമുക്ക് വെയിൽ ഒളിപ്പിക്കേണ്ട. കാര്യപരിപാടിയിലേക്ക് കിടക്കാം, വീടിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. ചേട്ടാ, ഇത് മൊത്തത്തിൽ എത്ര പ്ലോട്ടാണ് ഉള്ളത്? ഇത് 8 സെന്റ്. ഓക്കെ, അതിൽ 1500 സ്ക്വയർ ഫീറ്റ് വീട് മൊത്തത്തിൽ. ഓക്കെ, 3 ബെഡ്റൂം, 2 ഹാള്, ലിവിങ്ങും ഡ്രോയിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു അടുക്കള, വർക്കിംഗ് കിച്ചൺ. അതെ, ചെറിയൊരു ഓപ്പൺ കോൺസെപ്റ്റ് ആണ് കേട്ടോ. അത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ കാണാം. ഇപ്പോൾ ആദ്യം തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ല, നോൺ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു വീട് വരുമ്പോൾ തന്നെ ആദ്യം മുമ്പിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഗേറ്റ് ആയിരിക്കും. അപ്പോൾ ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതും സ്ക്വയർ ട്യൂബാണ് അല്ലേ? സ്ക്വയർ ട്യൂബ്. അത് സാധാ നമ്മൾ വർക്ക്ഷോപ്പിൽ പണിയിപ്പിച്ചതാണ്. പിന്നെ അതിൻ്റെ ഡിസൈനിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡെൻമാക്സ് ആണ് സാധാരണ അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങി ഫെറോമെറ്റൽ എന്ന് പറയും, അതാണ് ചെയ്തിട്ടുള്ളത്. അത് ആ വുഡൻ ഡിസൈൻ, മോളിലും ഉള്ള വുഡൻ വെയിലും മഴയൊക്കെ
അതൊന്നും കുഴപ്പമില്ല, നിന്നോളൂ. ഓക്കെ, ഇത് ഷീറ്റ് എടുത്ത് CNC കട്ടിങ് ചെയ്തതാണോ അതോ? അത് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഡിസൈനിൽ കാണിച്ചു അതിനനുസരിച്ച് കണ്ടിട്ട് CNC കട്ടിങ് ചെയ്തല്ലേ? അതെ. ഓക്കെ. ഇത് നമുക്ക് അപ്പുറത്ത് കണ്ട പോലെ തന്നെ റോളിംഗ് ഗേറ്റ് ആണ്. പിന്നെ ഇത് അല്ലാത്തൊരു ഗേറ്റ്, സ്വിംഗ് ഗേറ്റ്. അത് സ്പേസിനെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടന്നാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് ചോദിച്ചിട്ടാ നമ്മുടെ മിറ്റമാണ്. മിറ്റം വളരെ അടിപൊളിയാണ്. പക്ഷേ ഇതിൽ എന്തൊക്കെയോ കുറച്ച് കുനിഷ്ട വിദ്യകൾ താങ്കൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? അല്ല, അതിൽ ഞാൻ വിചാരിച്ചത്ര ഫിനിഷിങ് കിട്ടിയില്ല. കാരണം ഇതൊക്കെ അവസാന ഘട്ടത്തിൽ ആ വീട് താമസത്തിന് തൊട്ട് മുന്നുള്ള പരാക്രമത്തിൻ്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങളാണ്. ഗ്രാസ് കട്ട് ചെയ്ത് വെച്ചു, കോൺക്രീറ്റ് ഡിസൈൻ ചെയ്തിട്ടിട്ട് ചെറുതായിട്ടൊരു ചെറിയ ഈ ബോർഡർ വെച്ച് കൊടുക്കും. അങ്ങനെ ബോർഡർ വെച്ച് കൊടുത്ത് ഇത് ഗ്രാസ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് എടുത്ത് വെച്ചതാണ്. ഓക്കെ. ഇതിന്റെ ഒരു ഡെമോ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ കരിങ്കല്ലിട്ടിട്ട് കരിങ്കല്ലിൽ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതെ, നമ്മുടെ വീട് പണിയുടെ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ പതുക്കെ പരിമിതപ്പെടുത്തും. എന്നാൽ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ ആവേശം കാണിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നീടുള്ള നമ്മുടെ വീട്ടിലുള്ള താമസം അത്ര സുഖകരമാവില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ ബഡ്ജറ്റിൽ ഉള്ള രീതിയിൽ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് സമാധാനമായിട്ടിരിക്കാം. അതെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നല്ല വെയിലാ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് ഔട്ട്. ഇതിനുള്ളിൽ നമ്മൾ ഗ്രാനൈറ്റ് ആണ് തോന്നുന്നല്ലേ? അതെ ചേട്ടാ, ഗ്രാനൈറ്റ് ടാൻ ബ്രൗൺ എന്ന് പറയും ഈ ഗ്രാനൈറ്റിന്റെ പേര്. ഓക്കെ. ഇവിടുന്ന് തന്നെ അല്ല, ഞാൻ കൊരട്ടി ചാലക്കുടി ഭാഗത്തുനിന്ന്. അവിടെ ഒരു സുഹൃത്തിന്റെ കടയാണ്. നമുക്കിതെല്ലാം സുഹൃത്തുക്കൾ വഴിയാണല്ലോ വീട് പണിയിൽ. ഹരി വരെ അതിൽ ഭാഗമായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിലുള്ള എല്ലാ മെറ്റീരിയൽസ് ആയാലും അഡ്വൈസ് ആയാലും ഡിസൈൻ ആയാലും വർക്കായാലും എല്ലാത്തിനും എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഗ്രാനൈറ്റ് അവൻ അവിടെ നിന്ന് തന്നു, എനിക്ക് ഒരുമാതിരി നല്ല റേറ്റ് തന്നു. ആർക്കിടെക്റ്റ് ഒന്നുമില്ല, നമ്മൾ ഒരു ഡിസൈൻ പ്ലാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട, അതും ഒരു സുഹൃത്ത് തന്നെയാണ്. അവനൊരു പ്ലാൻ വരച്ചു തന്നു. അതിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ് വരുത്തി. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ അതും വീണ്ടും മാറ്റം വരുത്തി. പിന്നെ അതെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടും പിന്നെയും പ്ലാനുകളിൽ ചെറിയത് മാറിയിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഓക്കെ, നമുക്കത് ഉള്ളിലേക്ക് കയറിയാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയ അല്ലേ? ഓക്കെ. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു സോഫയും, ഇതിൻ്റെ സോഫയും തന്നെ അല്ലേ പറയാം? സെറ്റി കോർണർ സെറ്റി എന്ന് പറയാം. ഓക്കെ. ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്? അല്ല, ഞാൻ ഉണ്ടാക്കിച്ചതാ. എല്ലാ ഫർണിച്ചറും നമ്മൾ ഉണ്ടാക്കിച്ചതാണ്. ഇപ്പോൾ ഇതായാലും എല്ലാം ഇത് മരം നമ്മൾ തന്നെ മില്ലിൽ കൊണ്ടുപോയി അർപ്പിച്ച് നിൽക്കണ മരം വാങ്ങി. നമുക്കിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമുണ്ട്. ഉദാഹരണം, ഒരു തടി ഇളക്കണത് എങ്ങനെയാണെന്ന് എനിക്കറിയോ? ഇല്ലല്ലോ, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു തടി വാങ്ങി അത് മില്ലിൽ കൊണ്ടുപോയി അറുത്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഞാൻ തന്നെ പണിയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അവസാനം നമ്മൾ കോൺട്രാക്ട് കൊടുക്കാൻ ചെയ്തത് ബുദ്ധിമുട്ടുകൾ നമുക്ക് സമയം പറ്റില്ല എന്ന് മനസ്സിലായി. ഓഫീസും ജോലിയും കാര്യങ്ങളും എല്ലാം കൂടെ എന്തായാലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഫർണിച്ചറിൻ്റെ ഇത് സെറ്റും അങ്ങനെ തന്നെ. സെറ്റ് നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഏകദേശം സൈസ് എടുത്ത് കൊടുത്തു. നമുക്ക് അവിടെ കുറച്ച് സ്പേസ് അവിടെ വെറുതെ കിട്ടണം. പിന്നെ അവിടെ കടക്കുമ്പോൾ തടസ്സം ഉണ്ടാവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവ് എടുത്തിട്ട് ഉള്ള സെറ്റ് തന്നെ ചെയ്യിച്ചു. അല്ല, ചാലക്കുടിയിലുള്ള എൻ്റെ കൂട്ടുകാരാണ്. അതും കൂട്ടുകാരനാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഫർണിച്ചറൊക്കെ ചെയ്തു തന്നെ എൻ്റെ കൂട്ടുകാരനാണ്. പക്ഷേ ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ച പോലെ ഉണ്ട് കേട്ടോ. അതെ, അത് കോർണറിലുള്ളത് ഗ്ലാസ് ആയിരിക്കും. ഗ്ലാസ് വെച്ചത് അത് ഉടൻ വെക്കാം, അല്ലെങ്കിൽ കുഷിയനാക്കാം. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. തൂത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഗ്ലാസ് ആക്കിയത് പൊടിയുള്ളൊരു ഏരിയയാണ്. കാറ്റ് കൂടുതലാണ്. കാറ്റ് കൂടുമ്പോൾ പൊടി വരും. ഇത് തേക്കായിരിക്കും അല്ലേ? തേക്ക് ഇതൊക്കെ തേക്ക്. തേക്കിന് മേലിൽ പ്രൈമർ അടിച്ചേക്കുന്ന പോളിഷ് ചെയ്ത് പോളിഷ്. ഓക്കെ. എന്നാ നമുക്ക് ബാക്കിയുള്ള ഇടങ്ങളൂടെ കാണാം. ഇതിലാണ് എൻ്റെ കൈകടത്തലുള്ളത്. അവസാന സമയത്ത് നിന്നെ വിളിച്ചത് അതിനാണ്. കാരണം എനിക്ക് വീട് താമസത്തിൻ്റെ 3 ദിവസം മുന്നാണ് ഇതിൻ്റെ പണികൾ. ആ സമയത്ത് തീരുമാനങ്ങളാണല്ലോ. അതെ. അപ്പോൾ ഈ മൈക്ക അവൻ്റെ ഏരിയ അതാണല്ലോ, നിന്റെ ഏരിയ അതാണല്ലോ. മൈക്ക നമ്മുടെ മൈക്കാണ് കേട്ടോ. പിന്നെ അതും ഇവിടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലൂവേഴ്സ് അവിടെ മൊത്തത്തിൽ വരും, എങ്കിലേ അതിൻ്റെ ഒരു ബ്യൂട്ടി മൊത്തമായിട്ട് വരുള്ളൂ. അതെ, അതും ബഡ്ജറ്റിൻ്റെ അല്ല, അത് ഐഡിയയിലായിരുന്നു. ഇത് വന്നാൽ എങ്ങനെ ഇരിക്കുന്നുള്ള ഐഡിയയിലായിരുന്നു. നമ്മൾ തിരക്കടിച്ച് അതിപ്പോൾ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ ഇത് മാത്രമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു വൃത്തിയില്ല. അപ്പോൾ അതോടെ വരുമ്പോഴേ അതിനിപ്പോൾ ബാക്കി ഇങ്ങനെ മൊത്തം അത് ചെയ്യും, അതും കൂടി ചെയ്യിപ്പിക്കും, പാനൽ ചെയ്യിപ്പിക്കണം. ഇതിന് ലൂവേഴ്സ് എന്നാണ് പറയുക. ഇപ്പം ഇത് കുറേ മോഡലുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. പ്ലൈവുഡ് അതുമേൽ മൈക്ക് ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ചാരി കസേര,
കാരണവർക്ക് ഇരിക്കാനായിരിക്കും. അത് എന്നെ കാരണവരായിട്ട് കണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് കൊണ്ടുവന്ന് തന്നതാ. ഓക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സാധനം കാണാൻ വലിയ പാടാ കേട്ടോ. അത്യാവശ്യം വിലയുണ്ട്. ഞാനിത് ഒരെണ്ണം വാങ്ങിക്കാൻ നോക്കിയായിരുന്നു. എനിക്കറിയില്ല. ബീച്ചിന്റെ സൈഡിലായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നാൽ ഒരു നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ കുറെ വില വരും. പക്ഷെ ഒരു 8,000, 6,000, 8,000. ഓ അല്ല, അത്രയും വിലയുണ്ട്. എനിക്കറിയില്ല. ഇത് വൈഫിൻ്റെ അമ്മയുടെ അനീതി കൊണ്ടുവന്നതാണ്. അവരും അവരുടെ മക്കളും അവരുടെ നല്ല അടുപ്പാണ്. അപ്പോൾ ബന്ധത്തെക്കാളും ഉപരി സൗഹൃദമാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നു തന്നത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്തതെന്ന് പറയുമ്പോൾ ഒരു TV യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ TV യൂണിറ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു TV യൂണിറ്റാണ്. അതും ഈ പറഞ്ഞ പോലെ പകുതി പണിയാണ്, ബാക്കി ചെയ്യാൻ. അതെ അതെ, അതിൽ കുറച്ചും കൂടി ഇവിടെ ഒരു ഷോക്കേസ് പോലെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് ഡിസൈനിങ് തിരക്കടിച്ച് ഡിസൈൻ ചെയ്തപ്പോൾ അത് വൃത്തിയാവണല്ലേ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കട്ടെ, അതിനെ കട്ട് ചെയ്ത് പിടിച്ചല്ലേ. അപ്പോൾ ചേട്ടാ ഇതൊരു ഫോർമൽ ലിവിങ്, അവിടെ ഫാമിലി ലിവിങ് എന്ന് പറയാം അല്ലേ. ഫാമിലി ലിവിങ് ഒരു നല്ലൊരു, നിങ്ങൾക്ക് 4 പേർക്ക് സുഖമായിട്ടിരുന്ന് TV കാണാൻ വേണ്ടി ഇത്രയും TV ഇരിക്കാം, കിടക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ TV യൂണിറ്റ് ഇവിടെ നിശ്ചയിച്ച കയറി വരുന്നിടത്ത് TV വേണ്ട എന്ന് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ട് TV ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. പിന്നെ ഫർണിച്ചർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സുഹൃത്തായതുകൊണ്ട് അവൻ എങ്ങനെ വേണമെങ്കിലും ഫർണിച്ചർ ഉണ്ടാക്കി തരും. അപ്പോൾ തേക്കാണല്ലേ? ഒക്കെ തേക്ക്, ഇതൊക്കെ തേക്കാം. ബാക്കി എല്ലാം തേക്കാം. ഡൈനിങ് ടേബിളും കട്ടില് മാത്രമാണ് പ്ലാവ്. അത് മാത്രം. മറ്റുള്ള വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് കുറേ സ്പോട്ട് ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സ്പോട്ട് ലൈറ്റിൻ്റെ കാലമാണെന്ന് തോന്നുന്നല്ലേ? അത് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ കാണുന്ന അത്ര വീഡിയോകൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ലൈറ്റുകളുടെ നിർദ്ദേശം മുഴുവൻ എൻ്റെ വൈഫിൻ്റെ അനീതിയുടെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അവനോട് ഒന്നും പറയാനില്ല. അപ്പോൾ അവനോട് ചോദിക്കും. അപ്പോൾ ഈവൻ ഈ ഹാങ്ങിങ് ലൈറ്റ്സ് അതിൻ്റെ സെലക്ഷൻ, അതുപോലെ പുറകിലെ ആ വിൻഡോ ഇത് വിൻഡോയിൽ സ്പോട്ട് ലൈറ്റ് വേണമെന്നുണ്ട്. ഇത് മൂവബിൾ ആണ്, നമുക്ക് എയർ സർക്കുലേഷൻ ആയിട്ട് മൂവബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഇടണമെന്ന് അത് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ബീമിലെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ആ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിടാൻ നിർദ്ദേശിച്ചത് എൻ്റെ അനിയനാണ്. പിന്നെ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ വെക്കണം എന്നാണ് ആഗ്രഹം. അതിന് നല്ലൊരു ഫോട്ടോ എടുക്കണം. ലൈറ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതെ അതെ, നല്ല കാറ്റുണ്ടല്ലേ ഇവിടെ? കാറ്റ് കൂടുതലാണ്. കാറ്റ് ഇവിടെ നല്ല കാറ്റാണ്. ഓക്കെ. ഇതൊക്കെ റിജേട്ടും പോയി പർച്ചേസ് ചെയ്തതാണ്. അത് പറഞ്ഞല്ലേ, സെലക്ഷൻ ഭാര്യയും പിന്നെ അനിയനും വൈഫിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഒരു എല്ലാവരും വാം ലൈറ്റാ യൂസ് ചെയ്തത്. അതെ, വാം ലൈറ്റാണ് നല്ലത് എന്ന് അവൻ്റെ നിർദ്ദേശമായിരുന്നു. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കും ഇഷ്ടം. എൻ്റെ റൂമിൽ ഇത് 3-in-1 ആണ്. മറ്റേ സ്പോട്ട് ലൈറ്റ് 3-in-1 ആണ്. നമുക്ക് മിൽക്കി ഉണ്ട്, വാമുണ്ട്, സെമി വാമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ്. ഇപ്പോൾ അടുത്ത് ഇപ്പോൾ മിൽക്കി, ഇപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്താം. അങ്ങനെ കുഷ്യൻ അടിച്ച് അത് കുഷ്യൻ ഫിക്സറാണ്, ഒറ്റ കുഷ്യനാണ്. ഓക്കെ ഓക്കെ. ഇതിനുള്ളിൽ പ്ലൈവുഡ് ആയിരിക്കും അല്ലേ ചെയ്തേക്കുന്നത്? അപ്പോൾ കുഷ്യൻ അടിക്കുന്നത് എപ്പോഴും പ്ലൈവുഡ്, അടിയിൽ പ്ലൈവുഡ് വെച്ചിട്ട് മുകളിൽ അപ്പോൾസ്റ്ററി വർക്കല്ല ചെയ്യാം. എല്ലാവരും അങ്ങനെ ചെയ്യാം. പലക വയ്ക്കേണ്ട കാര്യമില്ലല്ലോ അതിന്. അവിടുന്ന് അടുത്തായിട്ട് വരുന്നത് ഡൈനിങ്ങും ഈ പറഞ്ഞ മാതിരി ചെയർ. അതിൻ്റെ ഈ ഡൈനിങ് ടേബിളിന് ഒരു പ്രത്യേകത, ഒരു ചെയറും, ഇത് ബെഞ്ചാണ്. ഇവിടെ ബെഞ്ചാണ്. അത് കുറച്ച് കംഫർട്ടായിട്ട് തോന്നി. എനിക്കിത് ഇഷ്ടം. ശരിയാ, ഈ ഒരു സെറ്റപ്പാണ് എനിക്കിഷ്ടം. നല്ല കംഫർട്ട്നെസ് ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ സ്പേസും കുറച്ച് കിട്ടുകയും ചെയ്യും. ഇത്രയും മതി. അതെ, ഇത് കംഫർട്ട്. അത്രയും ബുദ്ധിമുട്ടില്ല, ആളുകൾക്ക് കയറാൻ എളുപ്പമാണ്. അതെ. ഇനി ഡൈനിങ്ങിന് ചെയറിൽ ഇരിക്കണം നിർബന്ധമുള്ളവർക്ക് അതിന് കുഴപ്പമില്ല. ഇതിൽ ഒട്ടും കുറവൊന്നും വരുത്തിട്ടില്ല കേട്ടോ. നല്ല കാലിനൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിൽ തന്നെ. അത് പിന്നെ നമ്മളിത് ഒരു ബിസിനസ്സുകാരുടെ മൈൻഡിലല്ലല്ലോ ചെയ്യണത്. അവനൊരു കൂട്ടുകാരന് ചെയ്തു കൊടുക്കണം മൈൻഡിൽ ചെയ്യണതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അവൻ തടി അറപ്പിക്കുമ്പോൾ തന്നെ ബെഞ്ച് വേണം, ബെഞ്ചിന്റെ കാലിന് ഇത്ര വണ്ണം വേണമെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം കുറയും. അതനുസരിച്ചാണ് അവർ ചെയ്യുള്ളൂ. നോർമലി നമ്മൾ ഇതേ സെയിം സാധനം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും അത്രയും ഉണ്ടാവില്ല. അതെ, അത് മാത്രമല്ല തേക്കൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് അവൈലബിലിറ്റി, പിന്നൊന്ന് ഇത് ഇത്രയും കട്ടിയൊന്നുമില്ല. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം, ഈ കസേരയുടെ കട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ പുറകിലെ മരത്തിന്റെ ഇത്രയും കട്ടിയൊന്നും നമ്മൾ വാങ്ങുന്ന ചെയറിന് ഉണ്ടാവില്ല. അതാണ് അതിന്റെ വ്യത്യാസങ്ങൾ.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോളിഷ്. എൻ്റെ ബഡ്ജറ്റ് അവൻ ഇതിൽ നല്ല പോളിഷാണ് അവനോട് അഡ്വൈസ് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ബഡ്ജറ്റ് താങ്ങാത്ത കാരണം കൊണ്ട് ബഡ്ജറ്റിൽ ഒതുക്കി പോളിഷ് ചെയ്തു. കാരണം ഇനിയിപ്പോൾ ഒരു 50 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് പുതിയതുപോലെ തോന്നിക്കാൻ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതുപോലെ തോന്നും, ഒരു മാറ്റം ഉണ്ടാവില്ല. തേക്കിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, തടിയിൽ വരുന്ന ആ ഡിസൈൻ ശരിക്കും അത് ഒരു നമ്മളിപ്പോൾ നിങ്ങളുടെ മൈക്ക ഇത് കണ്ടിട്ടല്ലേ നിങ്ങൾ മൈക്ക് ഉണ്ടാക്കി അത് വരുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം ഒരു 10510 അത് തന്നെയാണ് ഇവിടെ റിച്ചാർഡിനെ ഞാൻ കൊടുത്തതും രൂപക്കൂട് പണിയാൻ വേണ്ടി. അതെ, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൈഡുള്ള ഒരു എല്ലാ കമ്പനികളുടെ കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ് ഈ തടിയുടെ ഡിസൈൻ. അതും തേക്കിൻ്റെ ഡിസൈൻ. പഴയ ഡോറുകളൊക്കെ കണ്ടല്ലേ, നല്ല തേക്കിൻ്റെ പലകയൊക്കെ വെച്ചിട്ട് നല്ല, അത് വെറുതെ ചിന്തയിൽ തള്ളി പോളിഷ് ചെയ്തിട്ടാൽ അതിനൊരു ഭംഗി അതൊരു തറവാടി ലുക്കാണ്, അത് അവിടെ കിടക്കും. എന്നും ആ ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. രസം. ഓക്കെ, പിന്നെ അവിടെ ഒരു വാഷിംഗ് ഏരിയ, അത് വാഷ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ അത് കോമൺ ആണ്. പിന്നെ മറ്റേ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഇൻവെർട്ടർ വെക്കണമെന്ന് ഇതിൻ്റെ അടിയിലേക്ക് വയറിങ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഗ്രാനൈറ്റ്. അതെ ഇതിൻ്റെ നമുക്ക് കബോർഡുകളാണ് ചെയ്യണത്. ഇവിടെ സെറ തന്നെ. സെറ, അത് എല്ലാം സെറ. ഇതും അത് വാമും എല്ലാം ഉണ്ട്. ഇത് പിന്നെ കോമൺ ആണ്, കുറേ സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കോൺട്രാക്ടറുടെ നിർബന്ധമായിരുന്നു, നീ ഇങ്ങനെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ വെച്ചത്. ഇത് ടൈലും. അതെ, ഈ ഒരു ടൈൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ടൈൽ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് സ്റ്റോറേജ് ആണ്. നമുക്കിപ്പോൾ ഇപ്പോൾ ഹൈറ്റ് കണ്ടല്ലോ, ഇത് നമുക്കൊരു ഡംപിങ് ഏരിയ ആണ്. അത് ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്ന് എൻട്രൻസ് കൊടുത്തിട്ട് ഇതാണ് സ്റ്റോറേജ്. ബെഡ്റൂം വരുന്നത് ഇതാണ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തുറക്കുന്നില്ല. മറ്റേ എല്ലാം അതേ രീതിയിൽ ബെഡ്റൂം എല്ലാം സെയിം. നമ്മൾ ടൈലിനെ പറ്റി പറഞ്ഞില്ല. ടൈൽ ഒരു നോർമൽ സാധാ വൈറ്റ് ടൈലാണ്. അതിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര വരിക? ഏത് ഒരു ടൈല് സ്ക്വയർ ഫീറ്റിന് 37 രൂപ വരുള്ളൂ. വളരെ ചീപ്പാണ്. അതും ചാലക്കുടിന്ന് ഫ്രണ്ടിന്റെ അല്ല, അതൊരു 14 വർഷം മുന്നുള്ളൊരു ബന്ധം. അയാൾ 14 വർഷം മുന്നേ ടൈല് സപ്ലൈ ചെയ്യുന്ന ആളാണ്. ഞാൻ ടൈല് തന്നെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ വെറുതെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആളിപ്പോഴും ആ സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞു. ചെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു 37 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഏതൊരു കമ്പനി ആയിട്ടാണോ അതോ? അല്ലല്ല, ഇത് ബ്രാൻഡഡ് അല്ല. നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ ടൈലിട്ട് അപ്രോക്സി ഇട്ടേക്കാണ്. ഇവിടുത്തെ അപ്രോക്സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗ്ലാസ് അപ്പോക്സിയാണ്. ഗ്ലാസ് അപ്രോക്സി എന്നാ പറയുക. ഗ്ലാസ് അപ്രോക്സി ചെയ്യുമ്പോൾ എക്സ്ട്രാ കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഗ്ലാസ് അപ്പോക്സിക്ക് ചിലവ് കൂടുതലാണ്. സ്ക്വയർ ഫീറ്റിന് 15 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഗ്ലാസ് അപ്പോക്സി ചെയ്യുമ്പോൾ അപ്പോക്സി ചെയ്യാതെ കൊണ്ട് നിവൃത്തിയില്ല. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി ടൈല് പണി ചെയ്തതും എൻ്റെ അളിയനും ഒക്കെയാണ്. അപ്പോൾ അളിയൻ പറഞ്ഞു ഗ്ലാസ് അപ്പോക്സി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് മുന്നോട്ട് പോയി. ഇവരപ്പം മൊത്തമായിട്ട് കൂട്ടുകാരും അതായത് എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എൻ്റെ നന്മ ഇപ്പം നീ ആണെങ്കിൽ പോലും എൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് നീ റിജേട്ട ഇന്ന ആളുടെ അടുത്ത് പൊക്കോ അല്ലെങ്കിൽ നീ ആ സാധനം എടുത്തോന്ന് നീ എൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അപ്പോക്സി, ടൈല് എല്ലാനും. ഇപ്പോൾ നമുക്കിവിടെ വീടിൻ്റെ മൊത്തമായിട്ട് 3 ബെഡ്റൂമാണുള്ളത്. ഒരെണ്ണം അറ്റാച്ച്ഡും 2 അറ്റാച്ച്ഡും ഒരെണ്ണം നോൺ അറ്റാച്ച്ഡും. അപ്പോൾ അതിൽ ഒരു റൂം ഇതാണ്. അതിവിടുത്തെ മൂത്ത ആളുടെ റൂമാണല്ലേ? അത് മകൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ റിജുചേട്ടാ ഇതാണ് നമ്മുടെ ഒരു മുറി അല്ലേ? അതെ, ഒരു ബെഡ്റൂം. ഈ കട്ടിലും റിജുചേട്ടൻ പണിയിപ്പിച്ചതാണ്. പറയുന്നില്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറും റിജുചേട്ടൻ പണിപ്പിച്ചതാണ്. ഇത് തേക്കല്ല, ഇത് പ്ലാവാണ്. പ്ലാവ് നല്ല മരമാണ്. തേക്കിൻ്റെ തൊട്ട് തന്നെ തേക്കിന്റെ പോലെ തന്നെ. പക്ഷെ തേക്കിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പ്ലാവ് എന്ന് പറയുമ്പോൾ കാണാത്തവർക്ക് മനസ്സിലാകത്തില്ല. അല്ല, പ്ലാവ് എന്ന് പറഞ്ഞാൽ നല്ല മൂപ്പുള്ള പ്ലാവായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പ്ലാവ് എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ കട്ട്ള വെക്കാനായിട്ടുള്ള പ്ലാവാണ് ഞാൻ എടുത്തിരുന്നത്. അത്യാവശ്യം ഒരു 100 ഇഞ്ച് വണ്ണമുള്ള പ്ലാവ്. ഇപ്പം ഇത് ഇരുമ്പിൻ്റെയാണ് ഈ കട്ട്ളയും ജെല്ലയൊക്കെ, മനസ്സിലായോ? അതിന് മരത്തിൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്നത്. പിന്നെ പലരുടെ നിർദ്ദേശപ്രകാരം ഇരുമ്പിൻ്റെ തന്നെയാക്കി. അപ്പം അന്ന് എടുത്ത മരം ഈ പറഞ്ഞ പോലെ ഈ ഫർണിച്ചറിന് ഉപയോഗിച്ചു. അന്ന് എടുത്ത് തന്നെയാണ് തേക്കും പ്ലാവൊക്കെ. ഒരുപാട് കാലം മുമ്പല്ലേ? കുറച്ച് വർഷമായി. അല്ല, മരം ഞാൻ പറഞ്ഞല്ലോ, വീട് പണി കുറേ നാൾ മുന്നേ ഇങ്ങനെ മനസ്സിലിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, പ്ലാനുകൾ, അതിൻ്റെ മരത്തിന് നേരത്തെ എടുക്കുക. അത് മരത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം വന്നപ്പോഴാണ് മരം എടുത്തത്.
ഓക്കെ. പിന്നെ ഭാവിയിൽ ഇതിനെ ഒരു ഹോം തിയേറ്റർ റൂം ആക്കാനുള്ളൊരു ഐഡിയ. അത് എക്കോ പ്രൂഫ് ആക്കണം. പിന്നെ അതിന് സ്പീക്കറിന് പോയിന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ പോയിന്റ് ഉണ്ട് ഇവിടെ അവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ള. അതെ, അവിടെ താഴെ സൗണ്ട് കൺട്രോൾ യൂണിറ്റ് അവിടെ വരും, പ്രൊജക്ടർ അവിടെ വരും. അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ചെറിയ ഇതൊക്കെ മനസ്സിലെ ആഗ്രഹങ്ങളാണ്. അതിനുള്ള പ്രൊവിഷൻ നേരത്തെ ഇട്ട് വെച്ചെന്ന് മാത്രം. അല്ല, അത് നടക്കും. ഇത്രയൊക്കെ ചെയ്യാൻ പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാൻ വലിയ കാര്യമുള്ള കാര്യമല്ല. അതെ, അത് അതിന് വേണ്ടിയിട്ടാണ് ഇത് സാധാരണ എൻ്റെ ബെഡ്റൂമിലെല്ലാം കിങ് സൈസ് കട്ടിലാണ്. പക്ഷെ ഇത് ഞാൻ 2 കട്ടിലാക്കിയിട്ടാണ്. നമുക്ക് മാറ്റേണ്ട വന്നാൽ പെട്ടെന്ന് മാറ്റാനും പിന്നെ ഇവിടെ ചെറിയൊരു വാൾഡ്രോബ് അല്ലേ? അതെ, വാൾഡ്രോബ്. ഇത് പ്ലാസ്റ്റർ, ഇത് ഫെറോ സിമെന്റ്, ഇത് മറ്റേ സാധാ സിൻഡെക്സിന്റെ അലൂമിനിയം ഫാബ്രിക്കേഷൻ. ഓക്കെ. അത്രേ ഉള്ളൂ നമുക്ക് ഈ റൂമിന്. ഇവിടെ ടൈൽ തന്നെയാണ്. പിന്നെ മൊത്തം ടൈലാണല്ലോ? ടൈൽ നമുക്ക് വെളിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ടൈലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അപ്പോൾ ചേട്ടാ, ഇതാണ് മറ്റേ നിങ്ങളുടെ റൂമാണോ? അതെ, മാസ്റ്റർ ബെഡ്റൂം. ഇതിൽ വീട്ടിലെല്ലാവരും മാസ്റ്റേഴ്സ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും വൈഫ് കൂടെയാണ് കിടക്കുന്നത്. ഓക്കെ. എങ്കിലും വീടിന്റെ ഒരു മെയിൻ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. പിന്നെ ബെഡ്റൂമുകളെല്ലാം സെയിം സൈസാണ്. ഒരേ സൈസ്. ബെഡ്റൂമിന്റെ സൈസ് എല്ലാം ഒരേ സൈസാണ്. അറ്റാച്ച്ഡിന് ആ ബാത്റൂമിന്റെ അഡീഷണൽ ഇത് വരുന്നു. ബാക്കിയെല്ലാം ബെഡ്റൂമും കിച്ചണും ഒരേ സൈസാണ്. ഓക്കെ. അതാണ് അതിന്റെ. നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആണ് വീട്. കയറുമ്പോൾ തന്നെ അത്രയ്ക്ക് ഒരു കൺജസ്റ്റനും കാര്യങ്ങളും ഒന്നും ഒന്നുമില്ല. പിന്നെ ആ വൈറ്റ് പെയിന്റിന്റെയും വൈറ്റ് ടൈലിന്റെ ഒക്കെ ഒരു പ്രത്യേകത കൂടെ. അതെ, വൈഫിന് ഇഷ്ടപ്പെട്ടത് ആണ്. കളർ സെലക്ഷൻ ഒക്കെ അവളുടെ. ഞാൻ കളർ സെൻസ് കുറവുള്ള ആളാണ്. വൈഫിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. കളറൊക്കെ പുള്ളിക്കാരി പലതിനും എടുത്തിട്ടുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇതാണൊരു റൂം. മറ്റേ റൂമിന്റെ കൂട്ട് തന്നെയാണ്. ഇവിടെ ഒരു കബോർഡുണ്ട്, പിന്നെ ഒരു കട്ടിലുണ്ട്, പിന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നോർമൽ വീടിന്റെ ഒരു നോർമൽ മുറി. വലിയ അലങ്കാര കൊത്തുപണികളൊന്നുമില്ല, ആർഭാടോ കലാപമൊന്നും ഒന്നുമില്ല. സാധാ റൂം. ഓക്കെ. പിന്നെ ഈ കട്ടിലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാണിച്ചു തരാം. അത് ഇവിടുന്ന് കട്ടില് പണിയിപ്പിച്ചതാണ്. മറ്റേ ഇത് പറഞ്ഞ പോലെ സ്റ്റോറേജ് ഉണ്ട്. ഇതിന്റെ കറക്റ്റ് അടിഭാഗം ഫുള്ള് സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് ഇത് അങ്ങനെ തന്നെ പൊക്കാൻ പറ്റും. ഹൈഡ്രോളിക് വെച്ചിട്ടാണ് ഇത്. മറ്റേ പലയിടത്തും നിങ്ങൾ എല്ലായിടത്തും കോമൺ ആണ്. ഇത് പുള്ളി പണിയിപ്പിച്ചതാണ്. എക്സ്ട്രാ എത്ര 5,000 ഈ പൊക്കുന്ന ആ പ്രൊവിഷൻ ഉണ്ടാക്കുന്നതിന് മാത്രം ഒരു 5,000 അഡീഷണൽ ചാർജ് മാത്രം. 2 ഹൈഡ്രോളിക് ജാക്കി, പിന്നെ അതിന്റെ ഫ്രെയിം അടിച്ചുണ്ടാക്കണം. അത്രയത്തിന് നമുക്കത് പൊക്കണം. നമ്മൾ കൈ കൊണ്ട് പൊക്കി കഴിഞ്ഞാൽ പൊങ്ങും. അതുപോലത്തെ നമ്മുടെ വീട്ടിലെ കട്ടിലിനും പഴയ വീഡിയോ നോക്കുന്നവർക്ക് അറിയാം അത് ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കട്ടിലടക്കം മൊത്തം 2 പേരെ വിളിച്ചിട്ട് മെത്ത അടക്കം പൊക്കിയാൽ മാത്രമേ അതിനാടിയുള്ള സാധനം എടുക്കാൻ പറ്റൂ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത്ര ബുദ്ധിമുട്ടില്ല. ഒരു സെക്കൻഡ്. പരിപാടി ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ഡംപിങ് ഏരിയ ആണ്. വേണമെങ്കിൽ ഒരു 3-4 പേരെ കിടത്തുകയും ചെയ്യാം. ആരും അറിയത്തില്ല. കിടക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല ഒരു ബോക്സ് അടിച്ചിട്ടേക്കും അല്ലേ? ഒരു ബോക്സ് അല്ല, താഴ്ത്തിക്കില്ല. ഇത് കട്ടിൽ തന്നെ. കട്ടിലിന്റെ അടിഭാഗം ഒരു ബോക്സ് അടിച്ചിട്ടേക്കണു. അതിന്റെ മേൽഭാഗം മൂടി എന്ന് പറയുന്നത് ഇതാണ്. ഇതുമ്പോ ഇപ്പൊ ഒരാൾ കിടന്നാലും നമ്മൾ പൊക്കിയാൽ സിമ്പിളായിട്ട് പൊന്തിപ്പോവും. അങ്ങനെ നിന്നോളും. അതിന് ഒരു 5,000 റുപ്പീസിന്റെ കാര്യം. അതെ, അതിന്റെ ആ ജാക്കിക്ക് വിലയുണ്ട്. ഹൈഡ്രോളിക് ജാക്കി വരുന്നുണ്ട്. പിന്നെ ഈ ഫ്രെയിം കണ്ട, ഈ ഫ്രെയിമിനൊക്കെ ഫ്രെയിം സെപ്പറേറ്റ് അടിച്ചിട്ടുണ്ടാകും. അതൊക്കെ നമ്മുടെ കൂട്ടുകാരന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. GI പൈപ്പാണ്. GI പൈപ്പിന് ഫ്രെയിം കൊടുത്തിട്ട് 2 പ്ലൈവുഡ്. അത് പ്ലൈവുഡ് കൊടുത്തു. ഇതിന്റെ ഈ ബേസ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലൈവുഡ് തന്നെ. അതൊക്കെ പ്ലൈവുഡ് തന്നെ. പ്ലൈവുഡിനെ കുറിച്ച് പിന്നെ എന്നെക്കാൾ കൂടുതൽ നിനക്കറിയാലോ. അതറിയാം. ഇത് പക്ഷെ വളരെ ഈസി ആയിട്ടോ. വീട്ടിലിപ്പോൾ സ്ത്രീകൾക്കൊക്കെയാണെന്ന് പറഞ്ഞാലും വളരെ ഈസി ആയിട്ട് പൊക്കാനും ഇതാക്കാനും ഒക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും കടയിൽ. 10,000, 40,000, 50,000 രൂപയ്ക്കാണ് അതിൻ്റെ വില വരുന്നത്. ഇതൊരെണ്ണം ഉണ്ടാക്കാൻ ഒരു 50 രൂപയുടെ ചിലവ് വരുമോ? അല്ല, മൊത്തത്തിൽ കട്ടിലിന് 50 രൂപ ചിലവ് വന്നിട്ടുണ്ടാവില്ല. പറയാൻ പറ്റില്ല. നമ്മൾ മരം എടുത്ത് എനിക്ക് മൊത്തത്തിലുള്ള കണക്കേ അറിയുള്ളൂ. കാരണം എൻ്റെ എല്ലാ ഫർണിച്ചറിനും ഫർണിച്ചർ മാത്രം ബെഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫർണിച്ചർ മാത്രം 2.5 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട് മൊത്തം. അതായത് തടി വാങ്ങി മില്ലിൽ കൊണ്ടുപോയി അറുത്തു, പിന്നെ ആശേരി പണിതു, പോളിഷ് ചെയ്തു, പിന്നെ മറ്റേ അപ്പോൾസ്ട്രി വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൂട്ടി 2.5 ലക്ഷം രൂപ.
അത്രേ ഉള്ളൂ. അല്ല അല്ലാതെ അത് ലാഭം തോന്നിയിട്ടുണ്ടോ? അത് ലാഭമാണ്. കാരണം ലാഭം എന്നതിനേക്കാൾ ഉപരി നമ്മളൊരു തേക്കിൻ്റെ കട്ടിൽ, അത് നമ്മൾ വാങ്ങുന്ന കട്ടിലിൽ തേക്ക് മരം എന്ന് അവർ പറഞ്ഞ വിശ്വാസം ഉണ്ടാവുള്ളൂ. ഇത് നമുക്കറിയാം ഇത് നല്ല അടിപൊളി തേക്കാന്നുള്ളത്. അത് മില്ലിലുള്ള വറക്കണ ചേട്ടനും പറഞ്ഞു, ആശേരിയും പറഞ്ഞു, എടാ തേക്ക് നല്ല ഡിസൈനാണ്, അത് ഡിപ്പോ തേക്ക് പോലെ, അതായത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ലേലം വിളിച്ചിട്ട് തേക്ക് പോലെയുള്ള നല്ല ക്വാളിറ്റി തേക്കാണ്, പിന്നെ വേറെ കേടൊന്നുമില്ല. അതും ഈ തേക്ക് വാങ്ങിയതും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ. അവരുടെ അതിർത്തിയിൽ 2 തേക്ക് നിൽക്കേണ്ട, അവർക്ക് അത് വെട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു തേക്കിന് എന്ത് വില വരും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തരാം, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കച്ചവടക്കാരൻ വന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ അയാളെക്കാളും 5000 രൂപ കൂട്ടി ഞാനോട് ചോദിച്ചപ്പോൾ നിനക്കാണെങ്കിൽ ലാഭമായാലും കുഴപ്പമില്ല നഷ്ടമായാലും കുഴപ്പമില്ല. അങ്ങനെ കിട്ടുമ്പോൾ ഈ ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിൽ നമ്മൾ പാസ് എടുക്കണം. അതിനും എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഒരു ഇവിടെ വാഴച്ചാൽ ഫോറസ്റ്റിൽ എൻ്റെ ഒരു സുഹൃത്ത്. അപ്പോൾ അവനോട് ഞാൻ അഡ്വൈസ് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു നമ്മളത് വില്ലേജിൽ നിന്ന് പോയിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു സ്കെച്ച് എടുക്കണം, അത് ഫോറസ്റ്റിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ പാസ് തരും. അവരെ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മൾ വെട്ടി. സുഹൃത്തിൻ്റെ വീട്ടിൽ പുള്ളി വിൽക്കാൻ വേണ്ടിയിട്ട് വളർത്തിയതേക്കാം. വിൽക്കാൻ വേണ്ടിയില്ല, ആള് വീട്ടിൽ പറമ്പിൽ 2 തേക്കും തൈ കൊണ്ട് വെച്ചു. അത് വലുതായി കഴിഞ്ഞു, അയൽവക്കത്തേക്ക് പ്രശ്നമായി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വെട്ടി മാറ്റേണ്ടത് അത്യാവശ്യമായി. പിന്നെ ആൾ മതിലൊക്കെ പണിയുന്ന സമയത്ത് അതൊരു തടസ്സമായിട്ട് വന്നപ്പോൾ അത് മാറ്റണം. അപ്പോൾ മാറ്റണ സമയത്താണ് ആളത് വിൽക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ 2 തേക്ക് വെട്ടി ഇച്ചിരി വില കുറച്ചും കിട്ടിയിട്ടുണ്ട്. വില കുറച്ചെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സാധാരണക്കാരന് വില കുറച്ചെന്ന് പറയാൻ പറ്റും. ഒരു കച്ചവടക്കാരൻ 25,000 രൂപയ്ക്ക് വാങ്ങി അവൻ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞ് 50,000 രൂപയ്ക്കാണ് ആ തടി വിൽക്കാം. കാരണം ആ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. ഇപ്പോൾ കുറച്ച് അധികം വിവരങ്ങൾ കിട്ടിയില്ലേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്തത് ബാത്റൂം കൂടെ നോക്കാം. ഇതിൻ്റെ ആയിക്കോട്ടെ. ഇതാണ് ബാത്റൂം. ഈ ബാത്റൂമിന് കുറച്ച് വീടുകൾ പണിയിപ്പിച്ച ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ പറഞ്ഞ ഇത് തൃശ്ശൂർ മാനേജർ, ഞങ്ങളുടെ കോട്ടക്കിൻ്റെ തൃശ്ശൂർ മാനേജർ, ഈ ടൈല് മോൾ ഭാഗം വരെ ഒട്ടിച്ചത് നന്നായി തോന്നും. കാരണം അത് ഒരു വൃത്തി ഉണ്ടാവും, പിന്നെ അത് കുറച്ചും കൂടി നല്ലത് അതാണ് മോൾ ഭാഗം വരെ ഒട്ടിക്കുന്നത്. അല്ല, ഒരു ഫിനിഷിംഗ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ബാത്റൂമും അത് വലിയ സംഭവമൊന്നുമല്ല എന്നാലും അത് പകുതി വരെ ഉള്ളൂ. അവിടെ കുറച്ച് ചെളി വരും, സോപ്പിന്റെ മണം വരും, മറ്റേത് മറിച്ചത് അവിടെ, കാരണം ഒരു ഇട വരെ നമുക്ക് ക്ലീൻ ചെയ്ത് നിർത്താൻ പറ്റും. ഇതിന് മേപ്പോട്ട് ക്ലീൻ ആക്കാനും പാടാം. അതുപോലെ തന്നെ ഈ ടൈലുണ്ടല്ലോ, നമുക്ക് 4-2 ടൈലാണ്, പക്ഷെ ഈ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത് അത് അളിയനെ പറഞ്ഞത്. ഇങ്ങനെ പീസ് കളർ ചേഞ്ച് എടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ചത് അത് അളിയൻ്റെ ഐഡിയ ആണ്. അതങ്ങനെ ചെയ്തു, നന്നായി. പിന്നെ സാനിറ്റൈവേഴ്സൊക്കെ ഇതിൻ്റെ ഈ സീറ്റ് കവറിന് പ്രത്യേകത സെറയുടെ, അതായത് വന്ന് അടിച്ച് വീഴില്ല, സ്ലോവിലേ വീഴുള്ളൂ. അതെ, അത് അങ്ങനെ വീഴുള്ളൂ. അതുപോലെ സാനിറ്റൈവേഴ്സ് എല്ലാം സെറ. അത് മാത്രമാണ് ഞാൻ ഇത്തിരി ബ്രാൻഡഡിലേക്ക് പോയിട്ടുള്ളൂ. കാരണം അതെ, ഈ ഏരിയയിൽ നമ്മൾ കിടന്ന് റിപ്പയറിംഗ് മെയിൻ്റെനൻസ് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ബ്രാൻഡഡ് ആക്കി. സാറ അതൊക്കെ സെറ, അത് സെറ, എല്ലാം സെറ. ഷവറും ഒക്കെ സെറ. ഷവറുണ്ട്, പിന്നെ ഹീറ്ററൊക്കെ ഗീസർ വന്നിട്ടുണ്ട്, അത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് മെയിനായിട്ട് കാണാനുള്ളത് കിച്ചണാണ്. ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ പിന്നെ വൈഫിൻ്റെ നിർബന്ധമായിരുന്നു. അതെ, വൈഫിന് ഏറ്റവും നിർബന്ധമുള്ള ഏരിയയാണ്. ഓക്കെ. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ അടുക്കളയിലേക്ക് തള്ളിയിട്ട് നിങ്ങളോട് വർത്താനം പറയുന്നത് അങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കണേ. അപ്പോൾ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ കിട്ടും, അവിടേക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം, എടുക്കാം, എല്ലാം. ഒരു വർക്കിംഗ് കിച്ചൺ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു വർക്കിംഗ് കിച്ചൺ കൂടി അപ്പുറത്തുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ. ഇതിന് കുറേ കബോർഡുകൾ വന്നിട്ടുണ്ട്, എല്ലാം നോർമലായിട്ടുള്ള കബോർഡുകളാണ്. ഇത് PVC അലുമിനിയം ഫാബ്രിക്കേഷൻ. ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ നമുക്കിതൊരു സ്റ്റീലിൻ്റെ ലുക്ക് കിട്ടും. അത് സ്റ്റീലല്ല, അപ്പോൾ അല്ല, ഇത് അലുമിനിയം തന്നെയാണ്. അതിൽ എലക്ട്ര എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണത്. അലുമിനിയത്തിൽ തന്നെ ഇത് അലുമിനിയത്തിൻ്റെ കളർ, ഈ സ്റ്റീൽ കളർ കിട്ടണമെങ്കിൽ എലക്ട്ര എന്നുള്ള ഒരു ഇതാണ് എടുക്കേണ്ടത്. അലുമിനിയം ഫാബ്രിക്കേഷൻ എനിക്കതിന് കൃത്യമായിട്ട് അറിയില്ല. ഫാബ്രിക്കേറ്റർ എൻ്റെ സുഹൃത്തല്ല, അത് കോൺട്രാക്ടർ പരിചയപ്പെടുത്തി തന്ന സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയുള്ളൂ. ഉള്ളിൽ മൾട്ടിവുഡാ? അല്ല, എല്ലാം ഫെറോ സിമെന്റിൽ ചെയ്താണ്. എല്ലാം ഫെറോ സിമെന്റ്. ഇതിന്റെ അടിഭാഗത്തെ കബോർഡൊക്കെ ഫെറോ സിമെന്റാണ്. ഫെറോ സിമെന്റ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പറയണത്. ജിപ്സത്തിന്റെ കൂട്ടുള്ള സാധനമാണോ അതോ സാധാ സിമെന്റ് തന്നെ? സാധാ സിമെന്റ്, അതിൻ്റെ ഉള്ളിൽ മെഷ് ഉപയോഗിക്കും. മെഷ് ഉപയോഗിച്ചിട്ട് ആണ് സിമെന്റ് ചെയ്യുന്നത്, കോൺക്രീറ്റ്. ഇപ്പോൾ പാചകമൊക്കെ വെളിയിലായിരിക്കും അല്ലേ?
അല്ല, ഇവിടെയാണ് മെയിൻ പാചകം ഇവിടെയാണ്. പിന്നെ പുറത്തെ ഫുള്ള് ഇത് ചെയ്തിട്ടില്ലേ, ഗ്യാസ് സ്റ്റവ് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടില്ലേ, അത് കാരണം ഇപ്പൊ ഇവിടെയാണ് എല്ലാ പാചകവും. അതാണ് ചട്ടിയും കലവും പാത്രമൊക്കെ ആയിട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. അതെ, ഇതും സെറ തന്നെയാണ്. അത് ഒക്കെ സെറ അഡ്ജസ്റ്റബിൾ ആണ്. അത് ഹോട്ട് വാട്ടറിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്, ഹോട്ട് വാട്ടർ വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഒരു മൂവബിൾ ആണ്. ഇപ്പൊ കുറെ ടൈപ്പ് ഇത്തിരി സിങ്കുകൾ വരുന്നുണ്ട്. ചൈനയുടെ ഒക്കെ മേക്ക് സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ ഊരി എടുത്ത് കഴുകുക. 24,000-30,000 ഒക്കെ ആണെന്ന് തോന്നുന്നു. അതിനധികം വില വരണല്ലേ? അത് അത്ര വലിയ വില വരുന്നതല്ല. പല ടൈപ്പ് ഉണ്ടാവും കേട്ടോ, എനിക്കറിയില്ല, ഞാൻ അതിനെ കുറിച്ച് അധികം അന്വേഷിച്ചില്ല. ഭയങ്കര നീളമുള്ള ടൈപ്പ് കുറെ. അല്ല, എനിക്ക് ഈ സിങ്ക് വെക്കുമ്പോൾ ഒരു നിർബന്ധം ഉണ്ടായുള്ളൂ, അതിന്റെ ഡെപ്ത് കൂടുതലുള്ള സിങ്ക് വേണം. അത് പിന്നെ വെള്ളം തെറിക്കാതിരിക്കും. അതെ അതെ അതെ, അതാണ് ഉദ്ദേശം ഉണ്ടായിരുന്നു. മാനുവൽ സിങ്ക് ആണ് അത്. ഓക്കെ. അപ്പോൾ അതാണ് അടുക്കളയുടെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്. അടുക്കളയിലും എൻ്റെ സുഹൃത്ത് എന്നോട് നന്നായി എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു, ഈ ഭിത്തിമ ടൈലൊട്ടിക്കുന്നത്. അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് കുറേ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ എല്ലാം തന്നിട്ടുണ്ടല്ലേ. ഇത് ഡ്രോവറാണ് ഇങ്ങനെ. ഇത് എല്ലാനും ഇങ്ങനെ തുറക്കണതല്ല, ഒരു 4 എണ്ണം നമ്മൾ ഡ്രോവർ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല കേട്ടോ, ഇതുപോലെ പ്ലേറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത്. അവിടെ എല്ലാം ഇതും ഒരു ഡ്രോവറാണ്. നമുക്ക് ഇത് വേറെ വ്യത്യസ്ത സ്റ്റൈലുള്ള ഡ്രോവർ. അത് പ്ലേറ്റുകൾ വെക്കുന്നത്, ഇത് നമുക്ക് ചെറിയ ടീസ്പൂണുകളും ഡീല് പക്ക ഇതായിട്ട് തന്നെയുണ്ട്. അതിനും ചെറിയ ഹോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സംഭവനൊക്കെ ആയിട്ട്. അടുക്കളയാകുമ്പോൾ എന്തായാലും എപ്പോഴും കഴിയും ഇരിക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അടിയിലും അതുപോലെ തന്നെ പ്ലേറ്റുകൾ വെക്കുന്നത് ഡ്രോവറുണ്ട്. ഇത് മോഡുലാർ കിച്ചന്റെ പോലെ ചെയ്തു എന്ന് മാത്രം. മോഡുലാർ കിച്ചണിൽ അവര് 1.5 ലക്ഷം രൂപ ചെലവാക്കണം. ഇത് 1.5 ലക്ഷത്തിന് പകരം പോയിട്ട് നമ്മൾ എന്താ പറയാ, ഒരു കൂടിയ ഒരു 30,000 രൂപ. ഈ ഇത്രയും സ്ഥലത്ത് ഫാബ്രിക്കേഷൻ. അല്ല, ഇത് സ്ലാബ് കോൺക്രീറ്റിൽ വാർക്കും. പിന്നെ പാർട്ടീഷൻ ഫെറോ സിമെന്റ് ഉണ്ടാവും. പിന്നെ ഒരു ഇത് ഇത് കോഴിക്കോട് നിന്ന് വന്നതാട്ടാ. അതും ഫ്രണ്ടാ. ഇവന് ഇതിൻ്റെ ഒരു ഹോൾ ഡീലറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ അതെ. അപ്പോൾ അതുകൊണ്ട് അതും ഇപ്പം ഓട്ടോമാറ്റിക്കാ. അതെ അതെ, ഓട്ടോമാറ്റിക് കത്തി. ഓക്കെ, നമുക്ക് കഴിക്കാനുള്ളതാട്ടോ ഉച്ചയ്ക്ക്. ആണല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു വർക്കിംഗ് കിച്ചനോടുണ്ട്, അതുകൂടെ കാണാം. ഇതുമെല്ലാം അതേ രീതിയിൽ തന്നെ. ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. സെയിം ഗ്രാനൈറ്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഗ്രാനൈറ്റ് സമൃദ്ധിയായിട്ട് ഗ്രാനൈറ്റ് കിട്ടിയിട്ടുണ്ട്. സമൃദ്ധിയായിട്ട് എല്ലാം എടുത്തുള്ളൂ. ഈവൻ ആ ജനലയുടെ ഭിത്തിമ വരെ ഞാൻ ഗ്രാനൈറ്റ് ഇട്ടു. ഇവിടെ അതേ സെയിം തന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. കുറച്ച് ഇത് കബോർഡുകളുണ്ട്. സ്റ്റോറേജ് അത്യാവശ്യം എല്ലായിടത്തും ഉള്ള പോലെ തന്നെ താഴെയും കുറച്ച് സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ തന്നെ തുറക്കുന്നില്ല, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ. ഓക്കെ. പിന്നെ ഇതൊരു വർക്ക് ഏരിയ. നമുക്ക് വാഷിംഗ് മെഷീനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അയണിങ് പോയിന്റ് നമുക്ക് ഇവിടെ ചെയ്യാം. കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു സ്റ്റോറേജ് കൊടുത്തേക്കണം. ഈ ബാത്റൂം താത്തി ചെയ്തേക്കണം. ഇതൊരു കോമൺ ബാത്റൂം എന്ന് പറഞ്ഞല്ലേ, നമുക്ക് ചെറിയ ബാത്റൂം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബാത്റൂമിന്റെ ആ റൂമിന്റെ ഫുൾ ലെങ്ത് എടുക്കില്ല, ഒരു ഇത്രയും വീതി കുറച്ചു. എന്നീ ഇപ്പൊ അവിടെ വെച്ച് പറഞ്ഞു അത് സ്പീഷീസ് ആന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അത് എടുത്തിട്ടും ഇത്രയും ഏരിയയും കൂടി എടുത്തിട്ടാണ് ഇത് പണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ബാത്റൂം മുന്നേ ഇവിടെ ആയിരുന്നു. പ്ലാൻ അനുസരിച്ച് ഇത്രയും ഏരിയ, മറ്റേ ബാത്റൂം വളരെ വലുതായിരുന്നു. അപ്പോൾ അതും ഈ പണിയുടെ ഇടയ്ക്ക് വന്നപ്പോൾ വന്ന സുഹൃത്തുക്കളുടെ നിർദ്ദേശം. അതെ, അപ്പോൾ ഈ ആവശ്യമില്ല. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടിയാൽ നല്ലതാണെന്നും പറഞ്ഞു. അപ്പോൾ അത് കോൺട്രാക്ടറാണ് എന്നോട് ഇത് നിർദ്ദേശിച്ചത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഹോസ്റ്റലിൽ സുഹൃത്തുക്കളും പ്ലാൻ കണ്ടപ്പോൾ പറഞ്ഞു, അത് വലുതായി പോയി, ഇത് വളരെ ചെറുതായി പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ നിർദ്ദേശിച്ചിരുന്നു ഇങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തിന് വില കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് എപ്പോഴും ഞാനത് എടുക്കും. അതെ, ഗുണം. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യും. അതെ അതെ, എനിക്ക് എന്നും ഗുണം ചെയ്തിട്ടുള്ളൂ.
ഇത് കല്യാണവും വീടും ഒക്കെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ എന്നാണ് വിശ്വാസം. കല്യാണത്തിന്റെ കാര്യത്തില് നമുക്കൊന്ന് മൂന്നൊക്കെ ആലോചിക്കാം. കഴിയുപോലെ. ക്യാമറമാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? താങ്കൾ മനസ്സ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് റിജുവേട്ടൻ്റെ വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിജുവേട്ടൻ്റെ ചെറിയ വലിയ ഫാമിലി. ഇവരുടെയാണ് നമ്മുടെ ഈ വീട്. അപ്പോൾ റിജുവേട്ടാ ഒന്ന് പരിചയപ്പെടുത്ത എല്ലാവരെയും പരിചയപ്പെടുത്ത കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആരൊക്കെയാണ്. പിന്നെ ഇത് മോനെ കുറിച്ച് പറഞ്ഞോ. എൻ്റെ പേരാണ് ഓൾഫസ്. ഞാൻ 9th ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നത്. എൻ്റെ പേര് ലിജി. എൻ്റെ പേര് സെലസ്റ്റീന. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഡോൺ ബോസ്കോ സ്കൂളിൽ. പേരെങ്ങനെയായിരുന്നു? സെലസ്റ്റീന. അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗത്തിൽ നിന്ന് വന്നാണ്. അർത്ഥമൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ലേ? എന്താ അർത്ഥം എന്താ? സ്വർഗത്തിൽ നിന്ന് വന്നാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന ആൾ. പിന്നെ ഈ വീട് താമസത്തിന് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നസ്രാണികൾക്ക് ആദ്യ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഔപചാരികമായിട്ട് ക്രൈസ്തവ ജീവിതം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ നിയമങ്ങളും ഈശോയുടെ മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കി ഔപചാരികമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്ന ഒരു സമയമാണ് അതോടുകൂടി ആദ്യ കുർബാന സ്വീകരിക്കും. പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുക എന്ന് പറയും. മറ്റേ അപ്പം അതന്നെ അത് ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് അത് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ്. മാമോദീസ മുങ്ങുമ്പോൾ തന്നെ നസ്രാണിയായി. അതായത് അത് കൊച്ചു കുട്ടികളായിട്ട് നമ്മള് ഒന്നും അറിയാതെ ഈ അത് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്വീകരിക്കുന്നതിനാണ് ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു നസ്രാണികളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണത്. അപ്പൊ ഈ വീട് താമസവും അവളുടെ ആദ്യ കുർബാന സ്വീകരണം ഒരുമിച്ച് നടത്തിയത്. പള്ളിയിലല്ലേ? പള്ളിയിലായിരുന്നു. അതും എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു ബിഷപ്പൊക്കെ വന്നിരുന്നു. ബിഷപ്പുണ്ട് സുഹൃത്ത്? പ്രിൻസ് പാണയങ്ങാടൻ ആദിലാബാദ് രൂപതയിലെ ബിഷപ്പാണ്. തൃശ്ശൂർക്കാരനാണ്. പിന്നെ ആളിപ്പോൾ ആദിലാബാദ് രൂപതയിലെ ബിഷപ്പാണ്. പിന്നെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ വരുമ്പോൾ തന്നെയാണ്. ഇവിടെ വന്നു ഈ പറഞ്ഞ മാതിരി എവിടെയോ പത്തനംതിട്ട കിടന്ന ഞാനും തൃശ്ശൂർ കിടന്ന ഞാനും കോഴിക്കോട് വെച്ച് കണ്ടുമുട്ടുന്നു. ഇന്നിപ്പോൾ നമ്മളോട് ഒരുമിച്ച് മുട്ടുന്നു. ഭയങ്കര ഞാനെപ്പോഴും എൻ്റെ ഭാര്യയോട് പറയുന്നത് പത്തനംതിട്ട ഏതോ മൂല കിടന്ന ഞാനും കോഴിക്കോട് എവിടെയോ കിടന്ന അവള് ഒരുമിച്ചല്ലോ എന്ന് പറയുന്നത്. അതെ, അതൊക്കെ തന്നെയാണ് അതിൻ്റെ രസം. ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നു, നമ്മളുടെ ആ ഒരു സ്നേഹ സംഭാഷണങ്ങൾ നടക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ വീട് പണിയുമ്പോൾ എൻ്റെ സ്വപ്നം. അതായത് എൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഒരു വാടക വീട്ടിലായിരുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുക്കളെ വിളിക്കാനോ അതിനുള്ള സൗകര്യം ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. അല്ല, ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. ഇന്നും ഇപ്പൊ കുറച്ച് പേരും കൂടി വരുന്നു. അറിയാലോ, വടവിടുന്ന പറയുമ്പോൾ താഴെ ഓണറല്ലായിരുന്നോ? താഴെ ഓണറുണ്ടോ? ഞങ്ങൾക്കും അതായിരുന്നു. പിന്നെ ആൾക്കാർക്ക് വന്നിരുന്നാൽ നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാനുള്ള സ്പേസേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരാളെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊരു 10-13 വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വീട് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ശരി. അപ്പൊ സുഹൃത്തുക്കൾ വരുമ്പോൾ ആ സന്തോഷം ഇരട്ടിയാണെന്നോ. നമ്മളിപ്പോ ഹൗസ് വാമിനെ വിളിച്ചപ്പോൾ അതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ വന്നു. വരില്ല എന്ന് വിചാരിച്ച ആൾക്കാർ പോലും ലീവ് എടുത്തിട്ട് പോലും എത്തി. ഒരുപാട് പേര്, അത് ഫുൾ ഫാമിലി ആയിട്ട് വന്നവര്. അതുതന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളോടുള്ള സ്നേഹം അവർ തിരിച്ച് കാണിക്കുന്ന അങ്ങനെയാണല്ലോ. അല്ലാതെ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവരുന്നതിലൊന്നുമല്ല. അവർ ഫാമിലി ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഏറ്റവും സന്തോഷം. ഒരുപാട് പേര് വന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഈ കൊച്ചു ഫാമിലി, അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ എല്ലാം. ഓക്കെ.